എനിക്കറിയാലോ BJPയുടെ ഒരു ഇത്, പ്രത്യേകിച്ച് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു റെസ്പെക്റ്റായിട്ട് സംസാരിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നാൽ ഏറ്റെടുക്കുക തന്നെ ചെയ്യും BJP. കേരളത്തിലെ നേതാക്കൾ തന്നെയാണ്. കേരളത്തിലും ഉണ്ട്, ഡൽഹിയിലും ഉണ്ട്. കാരണം ഇവിടെ നിന്ന് അങ്ങ് പിടിച്ചു പോയാൽ എവിടെ എത്തും എന്നറിയില്ല. ഏറ്റവും മുകളിലേക്ക് എത്തിയാലോ ഒന്നും നിശ്ചയിക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും ഉണ്ട് അതിൽ. ഇതിൽ പറയുന്ന പല നേതാക്കന്മാരും ഞാൻ കുഞ്ഞുനാളോട്ട് കണ്ടിട്ടുള്ളതാണ്. ഇവരെ സ്വഭാവം എനിക്കറിയുന്ന മാതിരി വേറെ ആർക്കും അറിയില്ല. എല്ലാവരും അറിയാറിയോ? അല്ല, BJP ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്ന്, തെരഞ്ഞെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെടില്ല എന്നുള്ളതാണ്. പക്ഷെ ആ പേര് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനാണ് ഇവർ നിൽക്കുന്നത്. അത് പേര് പറയാ. അപ്പൊ ആൾക്കാർക്കൊന്നും തോന്നുന്നല്ലോ, ഓഹ് എന്തൊരു സ്നേഹമുള്ളവര്, കാരണം ഇവിടെ പൈസ ഇനിയും ചെലവാവും അങ്ങനെ എങ്ങനെയൊക്കെ പറയുമ്പോ അപ്പൊ ജനങ്ങൾക്കൊരു വിശ്വാസം വരുമല്ലോ അക്കാര്യത്തില്. അതിനുവേണ്ടി മാത്രം പറയണം. അതുകൊണ്ടൊന്നുമല്ല, ഇതൊന്നുമല്ല കാര്യം. പലരുടെയും തല പോകുന്നുള്ളതുകൊണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇനി ഒന്നും നോക്കാനില്ല പറയാൻ. ആളെല്ലാം കൈവിട്ട് നിൽക്കുകയല്ലേ. അപ്പൊ എന്ത് വേണമെങ്കിലും ആള് പറയാം. നമുക്ക് പറയാം ആൾക്ക് മനസ്സിന്റെ വിഷമം. ഒന്നുമല്ല, ആളുടെ കയ്യിൽ എനിക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട് എന്ന് ഞാൻ കേട്ടു തുടങ്ങിയിട്ട് കുറച്ച് നാളായി. പിന്നെ ഇത് എൻ്റെ കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ കോൺഗ്രസ് പാർട്ടി അവർ തീരുമാനിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് മൊത്തം ഇപ്പൊ കേരളത്തിനെ സംബന്ധിക്കുന്ന ഒരു കാര്യം, ഇവിടുത്തെ സ്ത്രീകളുടെ ഇതിന്റെ ഒരു കാര്യമാണ്. ഇതൊന്നും എന്നിട്ട് ഇനി സ്ത്രീകൾക്ക് നീതി കിട്ടുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. നീതി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് എങ്ങനെ പോകും നമുക്ക് പറയാൻ പറ്റും. അല്ല, അവർക്കിതിങ്ങനെ തുടർന്നോണ്ട് പോകണല്ലേ നല്ലത്. രാജിവെക്കാതെ നിന്നാൽ എന്താ പറയണ്ട, ഒന്നും കൂടി മോശമായി നിങ്ങൾ രാജി ആവശ്യം വരും. പിന്നെ അതിന്റെ അവർക്കത് വേണം. അത് കാരണം അവർ മിണ്ടില്ല. അവർക്കിനി മിണ്ടണം എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സൈലന്റ് ആയാൽ ചിലപ്പോൾ അവർ മിണ്ടുമായിരിക്കും, എനിക്കറിയില്ല. ഞാനും ഇതന്നെ വിചാരിച്ചു, എന്തുകൊണ്ടാണ് ഇവര് ഇതാവാത്തത്. അല്ലെങ്കിൽ ഇതൊന്നും അല്ലല്ലോ. പിന്നെ അവർക്ക് പാലക്കാട് ഒരു ഇലക്ഷൻ വരിക എന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാം അതിന്റെ ഗുണം അവർക്ക് കിട്ടില്ല. പിന്നെ ഇനി ഞങ്ങൾക്ക് കാര്യമില്ലാത്ത കാര്യത്തിൽ പോയി കൈയിടേണ്ട കാര്യം എന്താണെന്ന് അവരും തോന്നിയിട്ടുണ്ടാവും. അല്ല, നമ്മുടെ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ശ്രീ VD സതീശൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പരാതി കിട്ടിയെന്നും പറയുന്നുണ്ട്. എന്നാന്നൊന്നും ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ കുറച്ച് മുമ്പാണെന്ന് നമുക്ക് സംസാരത്തിന് മനസ്സിലായി. അത് കിട്ടിയിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ഞാൻ നടപടി എടുത്തു. എന്ത് നടപടി? ഇങ്ങനെ 2-3 കാര്യങ്ങളല്ലേ നടപടി ചെയ്യാൻ പറ്റുള്ളൂ. ലീഗലായിട്ട് ആരെങ്കിലും അറിയിച്ചോ, അല്ലെങ്കിൽ KPC പ്രസിഡന്റിനെ അറിയിച്ചോ, ACCനെ അറിയിച്ചോ? ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് നടപടി? അത് ഞങ്ങൾക്ക് അറിയേണ്ട ഒരു കടമയില്ലേ കേരളത്തിലെ ജനങ്ങൾക്ക്? ആരെയാണ് പേടിക്കണത് ഇവരൊക്കെ? എനിക്കറിയില്ല. അല്ല, ഇവരൊക്കെ മനുഷ്യന്മാരല്ലേ, ദൈവങ്ങളൊന്നല്ല. അപ്പൊ എല്ലാ മനുഷ്യന്മാർക്കും എല്ലാ വീക്ക്നെസ്സുകളൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ ആരെയും പേരൊന്നും പറയുന്നില്ല. പക്ഷെ ഏറ്റവും ഞാൻ പാർട്ടിയിൽ നിന്ന് പോകുന്നതിന്റെ കാരണം തന്നെ ഒരു നേതാവിന് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും പറഞ്ഞൊരു വിഭാഗം അവര് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു രക്ഷയില്ല. കാരണം ആ ഒരു ഭീഷണിനേക്കാളും വലുത് നമ്മളോടുള്ള സ്നേഹത്തിന്റെ പേരിലൊന്നും അവർ ചെയ്യില്ല.